രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വ്യത്യാസം? നടന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വലിയ വ്യത്യാസമാണ് ഉള്ളത്. രാഷ്ട്രീയക്കാർ സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയാണ്. ഈ നടന്മാർ എന്ത് ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് പറയാമോ? നടന്മാര് നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവർ നമ്മൾക്ക് വേണ്ടി 2 മണിക്കൂർ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? 130 രൂപ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് എന്റെ എന്റർടൈൻമെന്റിനും എന്റെ സന്തോഷത്തിനും വേണ്ടി ഞാൻ ചിരിപ്പിക്കുകയും അദ്ദേഹത്തിന്. പക്ഷെ എന്റെ 130 രൂപ വാങ്ങിയ മോഹൻലാൽ മമ്മൂട്ടി, പിന്നെ എനിക്ക് മോഹൻലാലിനെ മമ്മൂട്ടി എന്ന് കാണാൻ പറ്റുമോ? നമ്മുടെ ഒരു സങ്കടം, ആ നാട്ടിലൊരു വിഷയമുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എന്റെ നാട്ടിലൊരു വിഷയമുണ്ട്. ഒരു സാധുക്കൾക്ക് കുറച്ച് ഭവനം ഇല്ലാത്ത കുറെ ആളുകളുണ്ട്, അല്ല വെട്ടമില്ലാത്ത കുറച്ച് വീടുകളുണ്ട്, വഴിയില്ലാത്ത കുറച്ച് വീടുകളുണ്ട്, കുറച്ച് ആദിവാസി മേഖലയുണ്ട്. ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ വരുമോ? അതേസമയം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരും, വോട്ട് നേടിയ പഞ്ചായത്ത് പ്രസിഡന്റ് വരും. പക്ഷെ ആളുകളെല്ലാം കുറ്റം പറയുന്ന ആരെയാ കുറ്റം പറയുന്നത്? രാഷ്ട്രീയക്കാരനെ കുറ്റം പറയുന്നേ. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നടന്ന് പറയുമ്പോൾ രാത്രി 12 മണിക്ക് വിളിക്കുക, അവിടെ ഒരു മരണമാണ്, ഇന്ന ഒരു വിഷയം ഉണ്ടെന്ന് വിളിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹം എടിച്ച് ഡ്രസ്സും മാറി എവിടെ പോവുക? ആ മണ്ണവട്ടിലേക്ക് ഓടുക. അപ്പൊ അദ്ദേഹത്തിന് നാടിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. രാഷ്ട്രീയക്കാരെ ആർക്കും കണ്ടുകൂടെ? അവൻ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൻ എന്തോ ഒരു കുറ്റം ചെയ്തു പോലെ. അങ്ങനെയല്ല രാഷ്ട്രീയത്തെ കാണണ്ടേ. രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തകൻ നാടിന് വേണ്ടി തന്നെ നിൽക്കുന്നതാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്നെ കുറിച്ച് പലപ്പോഴും ഡൗട്ടുണ്ട്. ഇവൻ എന്താണ് ജോലി? രാഷ്ട്രീയക്കാരനല്ലേ, ഇവൻ എന്താ ജോലി? എന്റെ ജോലി എന്റെ പഞ്ചായത്ത് പിന്നല പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ അറിയാം. ഞാൻ ഇവിടെ അദ്ദേഹം എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ ലൈസൻസോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് എന്റെ ലൈസൻസോടുകൂടി ഒരു സംരംഭം നടത്തുന്ന ഒരു ചെറിയാണെങ്കിൽ ഒരു സംരംഭം നടത്തുന്ന ഒരാളാണ്. ആളേക്ക് എന്താ ഡൗട്ടായിരിക്കും എന്ത് ചെയ്യുന്നു? അപ്പൊ രാഷ്ട്രീയക്കാരൻ തൊഴിലെടുത്തിട്ട് അവന്റെ പാഷനായിട്ടാണ് പൊതുപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. സിനിമാ നടന്മാർ അങ്ങനെയല്ല. അവർ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്നുണ്ട്. നമ്മളൊരു വീട് വേണമെങ്കിൽ ഒരു അപേക്ഷ വേണമെങ്കിൽ നേരെ ചെന്നിട്ട് ആരോട് ചോദിക്കും? ആരോട് പറയും? പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം, അല്ലെ പഞ്ചായത്ത് മെമ്പറുടെ പറയും. മെമ്പർ അതിന് അപേക്ഷ വെപ്പിച്ച് നമുക്ക് വീട് വാങ്ങി തരുന്നവരെ മെമ്പർ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കും. ഒരു സിനിമാ നടൻ നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു? സർക്കാരിന് കുറച്ച് ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ കാലുമാറി ആൾക്കാരാണ് രാഷ്ട്രീയക്കാരെന്ന് പറയും. കാലുമാറുന്ന സിനിമാ നടന്മാരാ. പ്രശസ്ത സിനിമാ നടൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസം ആരെവിടെയായിരുന്നു? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി. സതീശന്റെ തൊട്ടടുത്തിരുന്നിട്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് പൊക്കി പറഞ്ഞത്. കഴിഞ്ഞതിന്റെ അങ്ങേ മാസം ആരെ കുറിച്ചാണ് പൊക്കി പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പിണറായി വിജയനെ കുറിച്ചാണ് പൊക്കി പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രി. അപ്പൊ അങ്ങോട്ടും കാലുമാറുന്ന ആരാ ആക്ച്വലി? നടന്മാരാ. അവർക്ക് കത്തരം കണ്ടല്ലോ നിൽക്കാം. പക്ഷെ അവരെ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ അഭിനയിക്കണം. ഞാനും അഭിനയിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ നല്ല വെൽ ബിഹേവ് ആയിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വന്ന് അഭിനയിക്കണം. എന്റെ നാട്ടിലെ അന്വേഷിച്ചറിയാം, ഞാൻ മദ്യപിക്കുന്ന ആളാണ്. ഞാൻ മദ്യപിക്കുന്ന ആളല്ല. ഞാൻ മദ്യത്തിനും പുകവലിക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ആള് നല്ലതായിട്ട് വന്ന ഒരു 2 മണിക്കൂർ സ്ക്രീനിന്റെ മുന്നിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ ആ നിലയിൽ ഈ മേഖലയെ കാണരുത് കേട്ടോ. പൊതുപ്രവർത്തകരാണ് നാടിന്റെ നട്ടൽ. എനിക്ക് പറയാൻ കുറെ കഥകളുണ്ട്. അടുത്ത ചർച്ചയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഞാൻ സംസാരിക്കും രാഷ്ട്രീയ പൊതുപ്രവർത്തകരുടെയും ബാക്കിയുള്ളവരുടെയും മൈൻഡിൽ. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. പാലോട് നിന്ന് എന്റെ ഒരു നേതാവ് വിളിച്ച് പറയുക, ശരവണ ഇന്നൊരു കാര്യമുണ്ട്, ഒരിടത്ത് ഒരു മരണം നടന്നു, ജസ്റ്റ് ഒന്ന് പോകാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഇവിടുന്ന് വണ്ടി ഡ്രസ്സ് മാറി ബൈക്ക് എടുത്ത് നേരെ പാലോട് ചെന്നപ്പോൾ ഈ നേതാവിന്റെ വീട്ടിൽ കുറെ ആളുകൾ നിൽപ്പുണ്ട്. അവരുടെ ആ കോളനിയിൽ ഒരു മരണം നടന്നുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ആ മരണം നടന്ന സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ചെല്ലണം. 12 മണിക്ക് പോയത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ ആ മരണ വീട്ടിൽ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി വയറ് വീർത്ത് വരിക. മരിച്ച ആളുടെ വയറ് വീർത്ത് വരുന്ന ഒരു പ്രശ്നമാണ്. എന്താണെന്ന് അസ്വാഭാവികമായിട്ടിരിക്കുന്നു. ആളുകൾ ഈ ഡെഡ് ബോഡി അടക്കാതെ നേതാക്കന്മാരോട് പറഞ്ഞു. ആ നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഡെഡ് ബോഡിയുടെ വയറ് വീർത്ത് വരിക. ഞാൻ അവിടെ എന്നിട്ട് എനിക്ക് പരിചയമുള്ള ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഡോക്ടർ ഇന്നതുപോലെ ഒരു ഡെഡ് ബോഡി അവിടെ വയറ് വീർത്ത് വരികയാണ്, എന്താണ് കാരണം? അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം വിളിച്ചത് ആക്ച്വലി പാലോട് സബ് ഇൻസ്പെക്ടറെ വിളിച്ചത്. സാറേ ഇന്നതുപോലെ ഒരു കാര്യമുണ്ട്, മരിച്ച ബോഡി ഇതുപോലെ വയറ് വീർത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചത്, വീർത്ത് വരുന്നു അസ്വാഭാവികമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പറയും, കേസ് എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ അസ്വാഭാവികമായിട്ടൊന്നുമില്ല, വയറ് വീർത്ത് വരുന്നു, നിങ്ങളൊക്കെ ഒരുപാട് ഡെഡ് ബോഡീസ് ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു വന്നു. അപ്പൊ പോലീസ് പറഞ്ഞു അതിനെക്കുറിച്ച് അറിയില്ല, ഒരു ഡോക്ടറോട് ചോദിക്കും ശരണം, അപ്പൊ നമുക്ക് എന്താ ഡീറ്റെയിൽസ് അറിയാം, വേറെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണേ എന്ന് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. ഞാൻ ഉടനെ ഡോക്ടറെ വിളിച്ചു. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞു, അത് എപ്പോഴാണ് ഈ മരിച്ച ആൾ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ തൊട്ടടുത്തുന്ന ആളോട് ഞാൻ ചോദിച്ചു എപ്പോഴാണ് ഒരു ഭക്ഷണം കഴിച്ചത്. അത് 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു. 9:45 ആയപ്പോൾ അദ്ദേഹം മരിച്ചു. അങ്ങനെയാണ് കഴിച്ച ആഹാരം മരിച്ചു കഴിഞ്ഞ് ദഹന പ്രക്രിയ നടക്കുകയാണ്. അങ്ങനെയാണ് വയറ് വീർത്തത്. അപ്പൊ മെറ്റബോളിക് ആക്ടിവിറ്റീസും പിന്നെയാണ് നടന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവർ ഓടി എവിടെയാ വന്നത്? ഒരു പൊതുപ്രവർത്തകനായി എന്റെ അടുത്താണ് വന്നത്. ഞാൻ ആ 12:30 പോയിട്ട് 2:45 മണിക്ക് 3 മണിക്ക് എന്റെ വീട്ടിലെത്തിയത്. ആരാ ഇതിന് കാര്യം പറയുന്നത്? ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ?
നമ്മൾ സമൂഹത്തിന് വേണ്ടി കഴിയുന്ന ചെയ്യുന്നു. പണസമ്പാദന മാത്രമല്ല പൊതുപ്രവർത്തനം കേട്ടോ, പാഷനും കൂടെ. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്ത് കാശുണ്ടാക്കി വീട്ടുകാർ പിള്ളേരെയൊക്കെ നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പാഷൻ. ശരീരത്തിൽ നിന്ന് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഊരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, ആ വിഷമം നീക്കാൻ വേണ്ടി വൈറ്റ് ആൻഡ് വൈറ്റിൽ തന്നെ നമ്മൾ പൊതുപ്രവർത്തനം നടത്തുന്നു. സംശയമുള്ളവരൊക്കെ പലരും പലതരത്തിലൊക്കെ പറയും. നമ്മൾ എല്ലാവരും നോക്കണ്ട, എന്നാൽ പൊതുസമൂഹത്തിന് നോക്കണം, ബഹുമാനിച്ചാൽ വേണം. കാലുവാരുന്നത് പോലെയല്ല, സിനിമാ താരങ്ങളെയും രാഷ്ട്രീയക്കാരും നമ്മൾ കമ്പയർ ചെയ്യാനും പാടില്ല കേട്ടോ. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, ശരി.